ബാക്ക്. ഇടുക്കി കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബു ആത്മഹത്യ ചെയ്തത് CPIM നേതാവിന്റെ ഭീഷണിക്ക് പിന്നാലെയെന്ന് കുടുംബം. കോഓപ്പറേറ്റീവ് സൊസൈറ്റി മുൻ പ്രസിഡന്റ് VR സജി നിരന്തരം അപമാനിച്ചിരുന്നെന്നും പണം ആവശ്യപ്പെട്ട് തുടങ്ങിയപ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങിയതെന്നും ഭാര്യ മേരിക്കുട്ടി റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇപ്പോൾ സാബുവിന്റെ സംസ്കാര ചടങ്ങുകളാണ് നടക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഭാര്യയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സന്ദീപ് രാജാക്കാട് നമുക്കൊപ്പം ചേരുന്നു. സന്ദീപ് രാജാക്കാട്, സാബുവിന്റെ മരണം അത് ഭീഷണിയെ തുടർന്നാണ് എന്നുകൂടി വ്യക്തമാകുന്നു. ഇപ്പോൾ ഭാര്യയടക്കം ബന്ധുമിത്രാദികളെയൊക്കെ നമുക്ക് അവിടെ കണ്ണീരഴിഞ്ഞ് കാണാം. സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണോ? സുജയ പാർവതി, ഒരു നാടാകെ കണ്ണീരോടെ സാബുവിന് വിട നൽകുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ബന്ധുമിത്രാദികളൊപ്പം ഒരു നാടാകെ ഒന്നിച്ചു വന്ന് ഇപ്പോൾ സാബുവിന് അവസാനമായി ഒരു വട്ടം കൂടി കണ്ട് യാത്ര പറയുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിരവധിയായിട്ടുള്ള ആളുകൾ എല്ലാവരും ഇവിടേക്ക് എത്തിയിരുന്നു. വിലാപയാത്രയ്ക്കൊപ്പം ചേർന്നിരുന്നു ഒരു നാടാകെ. അതിനുശേഷവും ഇവിടെ വന്ന് ഒരു നോക്കം കാണാൻ വേണ്ടി കാത്തുനിന്നു. അവസാനമായി സെമിത്തേരിയിലെത്തിയും ഒരു വട്ടം കൂടി കണ്ടാണ് ആളുകൾ വിവിധ പ്രദേശങ്ങളിലേക്ക് അങ്ങ് മാറിയിരിക്കുന്നത്. ഇപ്പോൾ കല്ലറയിലേക്ക് എത്തിച്ചിരിക്കുന്നു മൃതശരീരം എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം. ഏറ്റവും ഒടുവിലായി അവസാനമായി ഒരു നോക്കുകൂടി കണ്ടതിന് ശേഷം ഇപ്പോൾ സാബുവിന് വിട നൽകുകയാണ്. അതിൻ്റെ ഒരു ദൃശ്യങ്ങളാണ് കാണുന്നത്. വളരെ ദുഃഖാർത്തരമായ സാഹചര്യത്തിലാണ് ഭാര്യയും കുടുംബവും അടക്കം നിൽക്കുന്നത്. ഒരു നാടൊന്നാകെ മുമ്പ് സൂചിപ്പിച്ചിരുന്നത് പോലെ ഒരു ഭീഷണിയിൽ നിന്ന്, ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വൈകാരികമായ ഉള്ളിൽ നിന്നുകൊണ്ടുണ്ടായ ആ ഒരു മനോവിഷമം അതാണ് ഈ മരണത്തിലേക്ക് നയിക്കുവാനുണ്ടായ സാഹചര്യം. അത് ആ കുടുംബമടക്കം വ്യക്തമായി തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വേണ്ടി വന്നാൽ തങ്ങൾ അടിമേടിക്കേണ്ട സമയമായി. ആ തരത്തിലുള്ള പ്രകോപനകരമായ ഇടപെടൽ അദ്ദേഹം നിരവധി തവണ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തൻ്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല. പക്ഷേ അതൊന്നും സാബുവിൻ്റെ ആ വാക്കുകൾ കേൾക്കാൻ പലപ്പോഴും ആരും തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഏറ്റവും ഒടുവിൽ സാബു ഭാര്യയുമായി പങ്കുവെച്ചത്. ഇനി അങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയില്ല, നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നതുപോലും പറയുന്നു. അപ്പോൾ ഭാര്യ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി പറഞ്ഞിരുന്നു, നമുക്കെല്ലാം ശരിയാക്കാം, ആശുപത്രിയിൽ നിന്ന് വന്നതിന് ശേഷം നമുക്ക് എല്ലാം ശരിയാക്കാം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ആ ഒരു മാനസിക ബുദ്ധിമുട്ട്, തീർച്ചയായും ഇപ്പോൾ മൃതദേഹം കല്ലറയിലേക്ക് എടുക്കുകയാണ്. അവിടെ നിന്നുള്ള ചടങ്ങുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാബുവിനെ കണ്ണീരോടെ വിട നൽകുകയാണ് നാട്. പ്രതീക്ഷിക്കാത്ത മരണമാണ്. നിക്ഷേപകൻ സാബുവിനെ മരണത്തിലേക്ക് തള്ളിവിട്ടവർക്കെതിരായ പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. സെന്റ് ജോർജ് പള്ളിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. സാബുവിന് കണ്ണീരോടെ വിട നൽകുകയാണ് നാട്.